ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ലാക്ടോസ് ഇൻടോളറൻസിനെ പറ്റി. ഈ മാമൽസിൽപ്പെട്ട ജീവികൾ അതിൻ്റെ കുട്ടികളെ പാലൂട്ടി വളർത്തും. അപ്പോൾ ആ കൂട്ടത്തിൽ മാമൽസിൽപ്പെട്ടതാണ് മനുഷ്യരും. അപ്പോൾ എല്ലാ മാമൽസും ഈ ആദ്യകാലങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാല് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ പാലിൽ ഉള്ള ലാക്ടോസ്, ഈ പാലിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ലാക്ടോസാണ്. ലാക്ടോസ് ഒരു ഡൈസാക്രൈഡാണ്. എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂള് മോണോസാക്രൈഡ്സ് ചേർന്നതാണ് ഒരു ഡൈസാക്രൈഡ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാർച്ച് ആണെങ്കിൽ അനേകം ഗ്ലൂക്കോസ് മോളിക്യൂള് ചേർന്ന ഒരു സംഭവമാണ്. അതൊന്നും അതുപോലെ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം അബ്സോർവ് ചെയ്യണമെങ്കിൽ ഈ മോണോസാക്രൈഡായിട്ട് മാറ്റണം. മോണോസാക്രൈഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. അപ്പോൾ ഈ പാലിലെ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യുന്നത് ലാക്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ്. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാല് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുമ്പോൾ അതിലുള്ള ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറ്റുന്നു. 2 മോണോസാക്രൈഡ്സ് ആയിട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞ് അത് ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെ അത് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ മനുഷ്യരടക്കം എല്ലാ മാമൽസിലും ഈ ലാക്ടേസ് പ്രൊഡക്ഷൻ ആ പാലുൽപാദന കാലം കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തേണ്ട ആ കാലം. പക്ഷേ മനുഷ്യര് ഒരു 12,000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പശു വളർത്തലൊക്കെ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ക്ഷീരകർഷകരൊക്കെ ഉണ്ടായത് ഒരു 12,000 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനു മുമ്പ് ക്ഷീരകർഷകരില്ല. അതുപോലെ തന്നെ കൃഷിയൊക്കെ തുടങ്ങുന്നതൊക്കെ ആ കാലത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാമൽസിൽ മനുഷ്യർ മാത്രം വീണ്ടും പാല് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 30% ആളുകളിൽ ലാക്ടേസ് എൻസൈം പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള 70% ആളുകൾക്ക് ലാക്ടേസ് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഈ ലാക്ടേസ് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവും. ജന്മന തന്നെ ലാക്ടേസ് പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാക്ടേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ പൊടിക്കുഞ്ഞുങ്ങൾക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ പ്രൈമറി ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 70% ആളുകൾക്ക് ലാക്ടേസ് പ്രൊഡക്ഷൻ അങ്ങ് നിൽക്കും, പിന്നെ അതുണ്ടാകത്തില്ല. 30% ആളുകൾക്ക് ഈ വലുതാകുമ്പോഴും ലാക്ടേസ് പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ ലാക്ടേസ് പ്രൊഡക്ഷൻ നിൽക്കുന്ന അവരെ സെക്കൻഡറി ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയും. അപ്പോൾ ജന്മന തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള കുട്ടികൾക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് പാല് കുടിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ലൂസ് മോഷനും അതുപോലെ തന്നെ യാതൊരു കാരണവശാലും വെയിറ്റ് ഗെയിൻ ചെയ്യത്തില്ല. പാല് കുടിച്ചാലും വെയിറ്റ് ഗെയിൻ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയുള്ള ജന്മന ലാക്ടേസ് പ്രൊഡക്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുണ്ട്. അത് കഴിഞ്ഞ് അത് കുട്ടി കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ ഒരു 30% ആളുകൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ലാക്ടേസ് പ്രൊഡക്ഷൻ നിൽക്കും. അപ്പോൾ ലാക്ടേസ് പ്രൊഡക്ഷൻ, പെർസിസ്റ്റൻ്റ് ലാക്ടേസ് പ്രൊഡക്ഷൻ, അങ്ങനെ ഉള്ളവർക്ക് മാത്രം പാല് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യും. അല്ലാത്തവർക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ലക്ഷണങ്ങൾ കാണും. പാല് കുടിച്ച് കഴിയുമ്പോൾ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ലക്ഷണങ്ങൾ കാണും. അപ്പോൾ ഇതിന് ഈ ലാക്ടോസ് ഇൻടോളറൻസ് വരാനുള്ള കാരണങ്ങൾ, ഇപ്പം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലാക്ടോസിന് ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറ്റാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നേരെ ലാക്ടോസായിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചെല്ലുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അനേക കോടി ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയയിൽ ഒരു നല്ല ശതമാനം ബാക്ടീരിയകളും ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. അത് ഈ മോളിൽ നിന്ന് വരുന്ന, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്ന മിൽക്കിലുള്ള ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറ്റും. ആ ഗ്ലൂക്കോസ്
ആ ബാക്ടീരിയ അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയതങ്ങ് ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് ഈ പാല് ദഹിക്കാതെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ എത്തുന്നത് ഒരു മൈസൂറുകാർക്ക് ദസറ പോലെയാണ്, ഭയങ്കര ആഘോഷം. അപ്പോൾ അത് ഈ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകും. ഈ ഡൈജഷൻ നടക്കുമ്പോൾ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകും. ഈ ബൈ പ്രൊഡക്ട്സ് ചിലപ്പോഴും ഇൻറ്റെസ്റ്റൈൻ്റെ വാളിൽ നിന്ന് ഓസ്മോസിസ് മൂലം വെള്ളം ഈ ല്യൂമനിലോട്ട്, അതായത് ഇൻറ്റെസ്റ്റൈൻ്റെ ല്യൂമനിലോട്ട് വരുത്തും. അങ്ങനെ പേഷ്യൻറ്റിന് ഡയേറിയ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഈ സിംറ്റംസ് എല്ലാം ഈ ബൈ പ്രൊഡക്ട്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ സിംറ്റംസ് എല്ലാം ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ഒരാൾ പാല് കുടിച്ച് കഴിയുമ്പോൾ ആ പാല് ഡൈജസ്റ്റ് ചെയ്യാതെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോൾ ബാക്ടീരിയ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു. ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ പേഷ്യൻറ്റിന് വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അബ്ഡോമിനൽ ഡിസ്റ്റൻഷനൊക്കെ വരാം, ചിലപ്പോൾ ഫ്ലാറ്റുലൻസ് വരാം, വയറ്റ് വേദന വരാം, ബ്ലോട്ടിങ്, ചിലപ്പോൾ ഡയറിയ. ഈ ഓസ്മോസിസ് മൂലം ഇൻറ്റെസ്റ്റൈനൽ വാളിൽ നിന്ന് വെള്ളം അബ്സോർവ് ചെയ്ത് ലൂമനിലോട്ട് വരുമ്പോൾ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഡയറിയ, വളരെ റെയറായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ ചിലപ്പോൾ നോസിയ, വോമിറ്റിംഗ് ഇതെല്ലാം വരാം. ഇതൊക്കെയാണ് ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ ലക്ഷണം. അതേസമയത്ത് ബാക്കി 30% ആളുകൾക്ക് അവർക്ക് ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈം അവരുടെ ഇൻറ്റെസ്റ്റൈനിൽ, സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഉണ്ടാകുന്നു, അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പേഷ്യൻറ്റിൻ്റെ സിംറ്റം, ടിപ്പിക്കൽ സിംറ്റം പാല് അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ഏതെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ഉടനെ ഈ പറഞ്ഞ അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും ഫ്ലാറ്റുലൻസും അബ്ഡോമിനൽ പെയിനും നോസിയ, വോമിറ്റിംഗ്, ചിലപ്പോൾ ഡയറി, ഇതൊക്കെ വരുന്നതാണ് അതിൻ്റെ ടിപ്പിക്കൽ സിംറ്റം. പിന്നെ വേറെ ഒരു ടെസ്റ്റ്, അപ്പം തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. പിന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു 200-300 ml പാല് കൊടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ, റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ നോക്കുക. അപ്പോൾ വളരെ ഇൻക്രീസ് ചെയ്തിരിക്കും, നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും വളരെ കൂടുതലായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് അത് നോർമൽ ലെവലിൽ തന്നെ, നേരത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാല് കൊടുക്കുമ്പോൾ അത് മധുരയിടാത്ത പാലായിരിക്കണം. അപ്പോൾ ഇതൊക്കെയുള്ള അതിൻ്റെ ടെസ്റ്റുകൾ. ഇനി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്. ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.